ബാലചേട്ടനാണ് നമ്മളുടെ സബ്ജക്റ്റ്. ആക്ച്വലി ബാല ഇപ്പോൾ അങ്ങനെ നിറഞ്ഞാടുകയാണ്. പലരുടെയും കൺഫ്യൂഷൻ പോലെ തന്നെ എൻ്റെ ഒരു കൺഫ്യൂഷനാണ്. മകൾക്കൊന്നും വേണ്ട എന്ന് മകൾ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാ അമൃത വന്നിരുന്നു കൊണ്ട് ബഹളം വെക്കണേന്ന്. നല്ല റെലവൻറ്റ് ചോദ്യം അല്ലേ? എനിക്ക് ആ ചോദ്യമൊക്കെ വന്നു. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മുടെ ഒരു സിസ്റ്റം എൻ്റെ ഒരു ഐഡിയോളജിയിൽ ഇതില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് വസ്തുത. അതായത് വിവാഹത്തോടെ 2 പേര് കമ്മിറ്റഡ് ആകുന്നു ആൻഡ് 2 പേരും വേർപിരിഞ്ഞ് പോകുമ്പോൾ കോമ്പൻസേഷൻ വാങ്ങിക്കുന്ന ഒരു രീതിയോട് എനിക്ക് യോജിപ്പില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വലിയ ആക്കം കൊടുക്കാത്തത്. പക്ഷേ നമ്മുടെ നിയമം അനുസരിച്ചിട്ട് ഇവിടെ കോമ്പൻസേഷൻ ഉണ്ട്. കാരണം ഡാമേജ്ഡ് ആവുകയാണല്ലോ. എനിക്കത് മനസ്സിലാവുന്നില്ല, 2 പേര് വിവാഹം കഴിക്കുമ്പോൾ എങ്ങനെ ഡാമേജ് ആവുന്നത്? ഏതായാലും അതാണ് ഇവിടുത്തെ സിസ്റ്റം, നിയമം അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ആ നിയമത്തിനനുസരിച്ചിട്ട് തന്നെ ഇവിടെ ഉള്ളവർ നടക്കണം. ഈ പറയുന്ന നമ്മുടെ ബാല നമ്മുടെ കേരള മണ്ണിലേക്ക് വരുന്നു. ഇവിടുത്തെ 2 പെൺകുട്ടികളെ നന്നായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുന്നു. അതിനുശേഷം പുള്ളി വീണ്ടും അയാളുടെ നാട്ടിലുള്ള ഒരു തമിഴത്തെ തന്നെ കല്യാണവും കഴിക്കുന്നു. ഒരു തമിഴൻ വന്ന് നമ്മുടെ നാട്ടിൽ ഇത്രയധികം അവദ്രോഹം ചെയ്തിട്ട് പോകുമ്പോഴും അയാൾക്കാണ് സപ്പോർട്ട് മലയാളീസ് പറയുന്നത്. അയാൾ ഒരാണായത് കൊണ്ടല്ലേ. ഇനിയിപ്പോൾ അതേ പറയുന്നേ ഷെഫീനൊക്കെ സ്ത്രീ വിരുദ്ധ പുരുഷ വിരുദ്ധതയാണെന്ന് പറയും. എൻ്റെ പുരുഷ വിരുദ്ധതയല്ല. ഞാനൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അയാൾ നല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് നിങ്ങളെ പറ്റിച്ചു, നിങ്ങളുടെ പെൺകുട്ടിയെ പറ്റിച്ചു. അമൃതയും ബാലയും വിവാഹം കഴിക്കുമ്പോൾ അമൃത ഒരു പാട്ടുകാരിയാണ്. ഒരു പാട്ടുകാരി ജനിച്ച ഉടനെ പാട്ടുകാരിയാവത്തില്ല, എഫേർട്ട് ഉണ്ട്. ഇപ്പോൾ യേശുദാസിന്റെ കാര്യം തന്നെ കേട്ടു നോക്കാം. റേഡിയോയിൽ പാടാനായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇയാളെ പാട്ട് ശരിയല്ല, ഇയാളോട് കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞ് റിജക്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായെന്ന് ഏതോ ഒരു ഇന്റർവ്യൂവിൽ പുള്ളി എന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള യേശുദാസ് നമ്മളുടെ ഗാനഗന്ധർവനായി പുരോഗമിച്ചു. എങ്ങനെ? മെനക്കെട്ടിട്ട് നന്നായി പാടി ആ പാട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പുള്ളി നന്നായിട്ട് മെനക്കെട്ടു. ആ മെനക്കേട് കൊണ്ട് നമുക്കത് കേൾക്കാൻ പറ്റി. നമ്മൾ പുള്ളിയെ സ്വീകരിച്ചു, ഗാനഗന്ധർവനായിട്ട് നമ്മൾ ഉറപ്പും വരുത്തി. അതല്ലേ നടന്നത്. അപ്പൊ അതുപോലൊരു അവസ്ഥയിൽ തന്നെയാണ് അമൃത ഉണ്ടായിരുന്നത്. അമൃത നല്ലൊരു പാട്ടുകാരിയാണ്. പക്ഷെ അവളുടെ അവസരങ്ങൾ നിഷേധിക്കുന്ന ഒരു പരിപാടി ഇയാൾക്കുണ്ട്. എറണാകുളം ബേസ് ചെയ്തൊരു ഗുണ്ടാ ടീം ഇയാൾക്കൊപ്പമുണ്ട്. അതും എനിക്കറിയാം. അവസരം വരികയാണെങ്കിൽ അതിന്റെ ഡീറ്റെയിലിംഗ് ഞാൻ പുറത്തേക്ക് വിടാം. അവരുടെ അഡ്വക്കേറ്റായ ആ സ്ത്രീ ഉൾപ്പെടെ ഉള്ള ടീം അംഗങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തിയാൽ ഏകദേശം നിങ്ങൾക്ക് പിടികിട്ടും ആരാണ് പുള്ളിയെ എറണാകുളത്ത് സഹായിക്കുന്നത്. വലിയ ക്രിമിനലായ മാവുങ്കലായിരുന്നു പുള്ളിയുടെ മൈ ഫ്രണ്ട്. അപ്പോൾ ഏകദേശമൊക്കെ പിക്ചർ ക്ലിയർ അല്ലേ? ഈ ഒരു വ്യക്തി ചീത്തയാക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് സമൂഹത്തിന് വലിയ ഒരു സപ്പോർട്ടുണ്ട്. സമൂഹം വലുതായി അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് അർത്ഥം. നല്ല നാർസിസം ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് പുള്ളി. അപ്പോൾ ആ പേഴ്സണാലിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? സമൂഹം തിരിച്ചറിഞ്ഞിട്ട് അയാൾക്ക് ഒരു ഡിസ്റ്റൻസ് നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. പകരം അയാളുടെ തെറ്റുകളെ നമ്മൾ അയാൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അതിനെ അംഗീകരിച്ചുകൊണ്ട് അമൃതയെയും കുട്ടികളെയൊക്കെ ഭയങ്കരമായിട്ട് ആക്രമിക്കുന്നുണ്ട്. അമൃതയും അമൃതയുടെ അനിയത്തിയെയും അമൃതയുടെ മകളെയുമാണ് ഞാൻ പറഞ്ഞത്. വിഷയത്തിലേക്ക് വരാം. പുള്ളി ഇവിടെയൊക്കെ ഇന്റർവ്യൂ കൊടുത്ത് തീർന്നിട്ട് നമ്മളെ തമിഴ് ചാനലിലൊരിടത്ത് ഇന്റർവ്യൂ കൊടുത്തു. ഞാൻ ആ ഇന്റർവ്യൂ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇയാള് ഇവിടുത്തെ കളി കഴിഞ്ഞ് കളങ്ങി അങ്ങോട്ട് മാറ്റി ചവിട്ടിയിട്ടുണ്ട്. ഇന്റർവ്യൂ കുറച്ച് കേട്ടാലേ നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. அது പറയാം. பாத்தீங்கன்னா சிறுத்தை சிவாவோட தம்பிக்கு 4வது கல்யாணமா அப்படின்னு பயங்கர கான்ட்ரோவர்சி. நீங்க பாத்தீங்களா அந்த ஹெட்லைன்ஸ்? உங்க சேனல்லே போட்டீங்களே. சேனல் மேல எனக்கு ரொம்ப கோவப்பட்டேன். நம்ம போடல, ரொம்ப வருத்தமும் கோபம் இருந்தது. எனக்கு அது തമിഴ് അറിയാത്തവർക്കായിട്ട്, അതായത് അയാളുടെ സഹോദരൻ, അതായത് ഇയാളുടെ ചേട്ടന്റെ പേരാണ് ആ പേര് പറഞ്ഞത്, സിറുത്തെ. ആ സിറുത്തെ എന്ന സിനിമ നിർമ്മിച്ച ആളാണെന്നോ അങ്ങനെ എന്തോ ആണ്. എന്തരാണെങ്കിലും അയാളുടെ അനിയനായ ബാലചേട്ടൻ 4 കല്യാണം കഴിച്ചു എന്ന് കേൾക്കുന്നല്ലോ. എന്താണ് സത്യാവസ്ഥ? നിങ്ങളുടെ ചാനൽ വിട്ടല്ലോ, നിങ്ങളുടെ ചാനൽ എന്നെ ഉപദ്രവിച്ചല്ലോ എന്നാണ് പുള്ളി പറയുന്നത്. ഇൻസൾട്ട് ആയി പോச்சு. நீங்க 4 போட்டுக்கூடாது, 5 4 വേണ്ട, 5 ഇട്ടോളൂ, എനിക്കൊരു കുഴപ്പവുമില്ല. அங்கதான் ஸ்டார்ட் பண்ணி வச்சாங்க. யாரையும் குத்தம் சொல்லல. ஸோ அதை நம்ம பெருமையாக எடுத்துக்க வேண்டியதான் சில விஷயத்த. என்ன பண்ண முடியும்? Officially this is my second marriage. എന്തെന്ന്? Officially this is my second marriage. ഒഫീഷ്യലായിട്ട് 2ാമത് വിവാഹം. എലിസബത്ത് എവിടെ? ആരായിരുന്നു എലിസബത്ത്? നല്ല എഡ്യൂക്കേറ്റഡ് ആയ നല്ലൊരു പെൺകുട്ടിയെ അങ്ങേയറ്റം മോശപ്പെടുത്തി അവൻ ഉപയോഗിച്ച് വേറും ചണ്ടിയാക്കി വലിച്ചെറിഞ്ഞിട്ട് പോയി. എലിസബത്ത് നമ്മളോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നില്ല. പക്ഷെ അവളുടെ കോലം നോക്കുക. എന്താണ് അവളുടെ അവസ്ഥ? അവളുടെ ടൈം ലൈൻ പോയി നോക്കണം നിങ്ങൾ തീർച്ചയായിട്ടും. യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, പോയി നോക്കുക. ഒരു ഡോക്ടർ കുട്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഒരു ഡോക്ടർ കുട്ടിക്ക് ഇത്രയും പ്രോബ്ലംസ് ഒക്കെ വരുമോ? ഇതൊക്കെയായിരുന്നു. തീർച്ചയായിട്ടും വരും. അവളുടെ ജീവിതത്തിൽ അവൾ ഏറ്റവും പ്രിഷ്യസായി കണ്ടെത്തിയ ഒരു മൊമെൻ്റാണ് അവളുടെ മാരേജ്. അത് കൊളാക്കിയിട്ടിട്ട് അവനങ്ങ് പോയി. അവൾ കൊടുത്ത ടോർച്ചർ അത് നമ്മൾ പല രീതിയിലും കണ്ടു. വായിലേക്ക് കുത്തി കയറ്റി കൊടുക്കുന്ന ഫുഡ്, ഇൻസൾട്ട് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവഹേളിക്കുന്നത് ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇതേപോലെ ഒരു അടിമ സ്ത്രീയായിരുന്നു അവന് ആവശ്യം. ക്യാരക്ടറുള്ള പെണ്ണുങ്ങൾക്ക് അവൻ്റെ ഒപ്പം ജീവിക്കാനാവത്തില്ല എന്ന് മറ്റ് 2 പെൺകുട്ടികൾക്ക് മനസ്സിലായി തിരിച്ചറിഞ്ഞ് അവർ മാറിപ്പോയി. പക്ഷെ നമ്മൾ ആരെ ആക്രമിക്കുന്നത്? ക്യാരക്ടറുള്ള ആ 2 കുട്ടികളെ. എലിസബത്തിനെ പറയുന്നുണ്ട്, ഞാനും പറഞ്ഞിട്ടുണ്ട്. കാരണം അമൃതയെ കല്യാണം കഴിച്ച് ഡിവോഴ്സ് ആയ ശേഷം എലിസബത്തിനെ കല്യാണം കഴിച്ചിട്ട് എലിസബത്തിന്റെ ഒപ്പം വരുന്ന അമൃതയെ കുറ്റം പറയുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നതിന് എനിക്കും ദേഷ്യം തോന്നിയിട്ടുണ്ട്.
ഇന്ന് ഈ കുട്ടി, ഇവന്റെ കൂടെ ഇരിക്കുന്ന കുട്ടി ചെയ്യുന്ന അതേ തെറ്റ് എലിസബത്ത് മുൻപ് ചെയ്തിട്ടുണ്ടെന്നാണ് ചുരുക്കം. ഇപ്പൊ എന്താ പറഞ്ഞേ, ആ മീഡിയയിൽ പോയി എന്താ പറഞ്ഞേ, അവർക്ക് കൃത്യമായിട്ട് അറിയാം 4 വിവാഹവും. ഹൗ കംസ് ഫോർ മാരേജ്? ആദ്യം ഒരു വിവാഹം ഉണ്ടായിരുന്നു, അമൃതയോട് സമ്മതിച്ചിട്ടുണ്ട്. അമൃത അത് അറിയുകയും ചെയ്തിട്ടുണ്ട്. അമൃത അത് സാരമില്ല എന്ന് പറഞ്ഞു തന്നെയാണ് അമൃതയെ 2ാമതാണ് അയാൾ വിവാഹം കഴിക്കുന്നത്. 3ാമത് എലിസബത്ത്, 4ാമത് ഈ സ്ത്രീ. എന്നിട്ട് ഒരു മീഡിയയിൽ ഇരുന്നു കൊണ്ട് പുള്ളി പറയുന്നത് ദിസ് ഈസ് മൈ സെക്കൻഡ് മാരേജ് ഓൺലി, ഒഫീഷ്യൽ സെക്കൻഡ് മാരേജ് എന്ന് വെച്ചാൽ പേപ്പർ വർക്കിൽ അതേ ഉള്ളൂ. എലിസബത്ത് എവിടെ ചീറ്റ് ചെയ്യപ്പെട്ടു? നമ്മുടെ നാട്ടിലെ ഒരു കുട്ടിയെ വളരെ വൃത്തിയായി അവൻ ചീറ്റാക്കിയിട്ട് ചീറ്റ് ചെയ്തിട്ട്, ഫിനാൻഷ്യൽ അല്ല കേട്ടോ, പൈസയുടെ കാര്യം ഞാൻ പറയുന്നില്ല, അത് എത്രയാണെന്ന് അവർക്കേ അറിയുള്ളൂ. പക്ഷെ ഒരു വ്യക്തിയുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്തിട്ട് എന്താണെന്ന റീസൺ നമ്മളോട് പറഞ്ഞു, നമ്മളോട് പറയണം. കാരണം നമ്മൾ സാക്ഷികളാണ് ആ പെൺകുട്ടി വിവാഹം കഴിക്കുമ്പോൾ, നമ്മൾ സാക്ഷികളാണ് അവളുടെ ഒപ്പം അവൻ ജീവിതം നയിക്കുമ്പോൾ. ഹൗ കംസ്? എന്താ സ്റ്റെപ്പിനിയായിരുന്നോ, വെപ്പാട്ടിയായിരുന്നോ, എന്തായിരുന്നു അവൾ? അവൾക്കുള്ള ഇമേജ് എന്താണ്? ഇന്ന് അവൾ അനുഭവിക്കുന്ന ടെറോമ എന്താണ്? ഇത് നമ്മൾ ചോദ്യം ചെയ്യണ്ടേ? നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ഒരു കുട്ടി അവൻ ചെയ്തിട്ട് പോയ അവഹേളനം അതാണ്. കുറച്ച് കൂടെ വായ്ത്താളം കേൾക്കാം, പറ. இப்போது நாங்கள் வந்து we are living in heaven சொல்லணும். ஸோ அஃபிஷியலி திஸ் இஸ் மை செகண்ட் மேரேஜ். ஸோ அது நம்ம பெருமையாக எடுத்துக்க வேண்டியதான் சில விஷயத்தை. என்ன பண்ண முடியும்? அஃபிஷியலி திஸ் இஸ் மை செகண்ட் மேரேஜ். இப்போது நாங்கள் ரொம்ப எந்த டைமில் எப்போ நமக்கு கடவுள் வந்துட்டு 3 வயசுலேருந்து எனக்கு தெரியும். என்ன ரிலேஷன் அவங்க? என் மாமா பொண்ணு. மாமா பொண்ணுன்னா அம்மாவோட? அது மாமா பொண்ணுன்னு வச்சுக்கோங்களேன், இந்த ரிலேஷன். ஸோ ஆமாம், அம்மா சைடில் தான். ஸோ മാമാ പൊണ്ണെന്നാ എപ്പടി അത് ചൊല്ല മുടിയില്ല എന്ന് വെച്ചാൽ ഇത് ആരാ? നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താ? അതെന്റെ മാമാ പൊണ്ണ്. അതെങ്ങനെ മാമാ പൊണ്ണ്? അമ്മൻ വകയോ അച്ഛൻ വകയോ എപ്പടി ഇറാ അന്ന് മാമാ പൊണ്ണിന്ന് വെച്ചുക്കോങ്ങളെ എന്ന് വെച്ചാൽ അവ അങ്ങോട്ട് പറയും, നിങ്ങൾ അങ്ങോട്ട് കേട്ടോളുക. certain things happened லைஃப்பில் எல்லாம் அப்ஸ் அண்ட் டவுன்ஸ் இருக்கும். அம்மா சைடில் தான். certain things happened லைஃப்பில் எல்லாம் அப்ஸ் அண்ட் டவுன்ஸ் இருக்கும். யூ நோ தட் சில ஆப்ரேஷன்ஸ் எல்லாம் நடந்தது 2 years பிஃபோர். அப்போ பாலா செத்துட்டா அப்படிலாம் நியூஸ் வந்தது. பட் இப்போ உயிரோட உங்கள் சேனல் முன்னாடி உங்கள் முன்னாடி இன்டர்வியூ கொடுத்துருக்கேன். பட் எங்கள் கதை கேட்டிங்கன்னா சின்ன வயசுலேருந்து என் கூடயே இருக்கா. எனக்கு தெரியாது இவ லவ் பண்ணுற விஷயம், எனக்கு தெரியவே தெரியாது. எனக்கு கல்யாணம் ஆகிடுச்சு, எனக்கு ஒரு குழந்தை இருக்குது, எல்லாருக்கும் தெரியும். பட் certain things didn't happen. நான் யாரையும் குத்தம் சொல்லலை. ஒரு கட்டத்தில் தான் எனக்கு ഒരു ഘട്ടത്തിൽ അവന് തെരിയ വരുത് അവൻ മേൽ ഉയിരേ വെച്ചിരിക്കാം എന്ന് വെച്ചാൽ തമിഴല്ലേ അത്. എന്ന് വെച്ചാൽ ഒരു പരിധി കഴിഞ്ഞപ്പം ഞാൻ വിവാഹം കഴിഞ്ഞു, എനിക്കൊരു കുഞ്ഞായി. അതിനുശേഷമാണ് എനിക്ക് മനസ്സിലായത് എന്നെ ചെറിയ പ്രായത്തിലിരുന്നേ ഇവൾ പ്രാമിക്കുന്നുണ്ട് എന്ന്. പുള്ളിക്ക് പെട്ടെന്ന് തിരിച്ചറിവ് വന്നേ. ഇവൾ പ്രാമിക്കുന്നതുകൊണ്ട് അറിഞ്ഞപ്പോഴത്തേക്കാണ് എലിസബത്തുമായിട്ട് കല്യാണം കഴിച്ചത്. ഇവൾ പ്രേമിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോഴത്തേക്കാണ് അമൃതയായിട്ട് കല്യാണം കഴിച്ചത്. ഒരുത്തൻ ഇരുന്ന് കൊണ്ട് നുണയിൽ മേൽ നുണ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നമ്മളിത് വളരെ ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫോർജറി കേസിന് പിടിച്ച് അകത്തിടേണ്ട വ്യക്തിയെ കയറൂരി വിട്ടിരിക്കുകയാണ്. தெரிய வருது என் மேலே உயிரே வச்சுருக்கேன். அப்போ அம்மாட்ட சொன்னேன், எப்படிம்மா நான் சின்ன வயசுலேருந்து பார்த்து வளர்ந்த பொண்ணு, எப்படி நான் வந்து இந்த கண்ணோட்டத்தில் எப்படி பார்க்குறது? அதுக்கு எங்கள் அம்மா தான் ஒரு அற்புதமான ஒரு பதில் சொன்னாங்க. பாலா, உங்கள் அப்பாவை நான் இஷ்டப்பட்டு தான் கல்யாணம் பண்ண நினச்சியான்னு. அப்படியா? ஆமாம், ஓகே. உங்கள் அப்பாவை நான் இஷ்டப்பட்டு தான் கல்யாணம் பண்ண நினச்சியா? கிடையாது, அந்த காலத்துலலாம் நிறைய அரேஞ்ச் மேரேஜ் கிடையாது. ஆனால் கல்யாணம் பிறகு நாங்கள் வாழ்ந்து வாழ்ந்து அவ்வளோ அன்பு எங்களுக்குள்ள. அந்த அன்பின் வெளிப்பாட்டு தான். உங்க அம்மா எத்தனை கல்யாணம் കഴിച്ചിരിக்காங்க? 1 தானா இல்ல 4 கல்யாணம் பண்ணாங்களா? உங்க அம்மாவை பத்தி கேட்டேன். அவங்களுக்கு பிடிக்காம கல்யாணம் பண்ணியிருக்காங்க தானே? அப்படின்னா உங்க அம்மா 4 கல்யாணம் பண்ணாங்களா என்னமோ? ஒருத்தரை பிடிக்கலைன்னா உடனே கழட்டி விட வேண்டியது, அடுத்த ஆளை ஏத்துக்க வேண்டியது, திரும்பியும் கழட்டி விட வேண்டியது, அடுத்த ஆளை ஏத்துக்க வேண்டியது, இது எல்லாமே போறாம வீட்டில் வேலைக்காரியா சுத்துறவங்களை மீண்டும் கல்யாணம் பண்றது. அவங்களுக்கு சின்ன வயசுல இருந்தே உங்க மேல காண்பது அன்பு, அது இது அவியலு கொட்டை புடுக்குன்னு எல்லாம் சொல்லி போட்டு அந்த பெண்ணை வேற கல்யாணம் அவியலை போட்டு ஒரு மாதிரி எல்லாம் செஞ்சு காட்டுறது சரியா தப்பா? യു തമിഴാ? ഞാൻ തമിഴല്ല പറഞ്ഞത്. എടാ അതെ വേണ്ട. மூத்த சிஸ்டரு, அடுத்து சிறுத்தை சிவா, இப்போ பாலா, 3 பேர் பிறந்திருக்கோம். ஷி டுக் கேர் ஆஃப் மீ. ரொம்ப அன்பு காட்டினாங்க. ஒரு தாயோட அன்பு எனக்கு கிடச்சிது. ஒரு கட்டத்தில் வி டிசைடட் ஓகே. அஃபிஷியலாக கல்யாணம் நடந்தது வந்து 3 months பிஃபோர். ஒரு நாள் என் மனசில் தோணுச்சு, அன்றைக்கி கேரளாவில் சண்டேஸ் வந்து சில நாட்களில் வந்து கோல்டு ஷாப் திறக்காது. அதுக்கு முன்னாடி நாள் நைட் வந்து டிசைட் பண்ணுறேன், சரி ஷீ இஸ் மை பார்ட்னர் அப்படின்ட்டு. அடுத்த நாள் போனால் கோல்ட் ஷாப்லாம் அடைச்சிருக்கு. கிஃப்ட் இல்லை, கடையை திறந்து தாலியை வாங்கி, இங்கே தாலி வேறு அங்கே தாலி வேறு, அது வேறு மாதிரி இருக்கும். சரிங்களா? அதை வாங்கிட்டு போய் இவளுக்கே தெரியாது நான் தாலி கட்டின விஷயம். என்ன இப்படி சொல்றீங்க? கேளுங்களேன். எனக்கு தெரியாது. வந்தாரு இந்த மாதிரி சாமி கிட்ட போயிட்டு அப்புறம் மாமாவோட ஒரு 2 ஃப்ரெண்ட்ஸ் இது பண்ணி அது எனக்கு அது അയ്യോ അവൾ അറിയാതെ അവളെ കഴുത്തിൽ താലി കെട്ടിയെന്ന്. സിനിമാറ്റിക്കാ ഇരിക്കല്ല എന്നമോ ഏതാ. അവൾ അറിയാതെ അവളെ കഴുത്തി താലി കെട്ടി അവൾ கூட கல்யாண ராவு நடத்திட்டான் 3 மாசத்துக்கு முன்னாடி. அதுக்கப்புறம் தான் வந்து இந்த என்னத்தே
നമ്മുടെ അമ്പലത്തിൽ വന്നിട്ടുള്ള ഒരു പേക്കൂത്തില്ലേ, അത് കാണിച്ചത് 3 മാസം കല്യാണം കഴിഞ്ഞ ശേഷമാണ് എന്ന്. ആകെ മൊത്തത്തിൽ காலையில தெரியாது காலையில தெரியாது அவளுக்கு. உனக்காக ஒரு gift வாங்கியிருக்கேன் அப்படி சொல்லிட்டு சாமி கிட்ட போயிட்டு அதுக்கப்புறம் அதுக்கப்புறம் ചുമ്മാ കാതിലും കഴുത്തിലൊരു മാലയൊന്നും താ നനച്ചാളാ, அதை கொண்டு போட்டாளா, அவ்வளோதான். அதுக்கப்புறம் அபிஷியலா ஜாதக பிரகாரம் சடன் மேரேஜ்ல ஷாக்கிங் மேரேஜ். கரெக்டா சொன்னேன். ரொம்ப நாள் கேட்டுட்டே இருந்தா. தாலி கேட்டாங்களா? இல்ல எனக்கு மாமா கூட இருக்கணும். எனக்கு மனசுல ஒரு நெருடல் இருந்தது. அந்த ആങ്കർ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അവള് സൂപ്പർ കിടു ரொம்ப നാളാ കേട്ടിട്ടിരുന്നു. നീ ഒരുപാട് നാളായിട്ട് അവളുടെ അടുത്ത് ചോദിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഉടനെ ആങ്കർ ചോദിക്കുന്നതാണ്, എന്താ ഈ താലിയാണോ ചോദിച്ചതെന്ന്. தகு என்னைக்கு என்னை விட்டு விலகிச்சோ, வாழ்க்கையில் அன்பு தான். சில விஷயங்கள் இருக்குங்க, 2 பேரும் சேர்றம்போது சில விஷயங்கள். சின்ன பொண்ணு நினச்சிக்கிட்டே இருந்தேன். ஆனால் இவளுக்குள்ள மெச்சூரிட்டி எனக்கு கூட கிடையாதுன்னு தோணுது எனக்கு. அவ்வளவு ஸ்ட்ராங்கா இருந்திருக்காங்க அவங்களுக்குள்ள காதல்ல இல்ல? இல்லை, இன்னொரு விஷயம் பார்த்தீங்கன்னா, எங்கள் அம்மா கிட்ட ஃபோன் பண்ணி, நாங்கள் கேரளா இருக்கோம், சென்னையில் ஒரு டைரி இருக்குது, அதோடைய காப்பி அனுப்பி வைக்கணும்னு கேட்குறேன். இப்போ வருஷங்களாக எனக்காக வந்து கவிதை எழுதுறேன். சின்ன வயசுல இருந்து சின்ன வயசுலேருந்து கவிதை வயசுல எழுதுறேன். இருந்துமா? ஆமா நான் 3 வயசுல இருந்து பாக்குறேன். டைரி வந்து கொஞ்சம் வளர்ந்தப்பறம் அப்பத்துல இருந்து டைரி எழுது கவிதை அந்த மாதிரி மாமா பத்தி. மாமாக்கு ரொம்ப ஆமா மாமா கல்யாணம் ஆயிருந்தா அந்த டைம்ல கூட நீங்க கவிதை எழுதிருக்கீங்க. எனக்கு பொறுத்த வரைக்கும் அதெல்லாம் எனக்கு தெரியல. எனக்கு பொறுத்த மாமாக்கு ரொம்ப பிடிக்கும். சின்ன வயசுல இருந்து நமக்கு ஒரு ஹீரோ மாதிரி நம்ம பாப்போம். പൊളിഞ്ഞ് നല്ലപോലെ പൊളിഞ്ഞ് 3 വയസ്സിലിരുന്ന് കവിത എഴുതുന്നു. 3 വയസ്സിലൊക്കെ കവിത എഴുതണം. ഇവള് എവിടെയോ പോയി നിൽക്കുന്നുണ്ട്. കവിയത്രി അല്ലേ ഇവള്, കവിയത്രി. அந்த மாதிரி பார்த்து ரொம்ப பிடிக்கும். அது இல்லாம நிறைய ஹெல்ப் பண்ணுவாரு, நிறைய பாசம் அந்த மாதிரிலாம் இருக்கிறதுனால அது எனக்கு ரொம்ப பிடிக்கும். எல்லாமே பிடிக்கும். அவர் வந்து சொல்றல சின்ன பொண்ணு கையில தூக்கி வரணும், எப்படி கல்யாணம்னா எப்படி நினைக்கிறது அப்படின்னு சொல்லி நீங்க தான் ஃபர்ஸ்ட் நீங்க ப்ரொபோஸ் சின்ன பண்ணிருக்கீங்க. பொண்ணு சொன்னா எனக்கு என்ன ரொம்ப வயசாக இருக்கு. நான் சின்ன பையன் தான். சரிங்களா? சரி, இந்த சின்ன மாமாவை நீங்க எத்தனை வயசுல இருந்து நேசிக்க ஆரம்பிச்சீங்க? அவருக்கு தெரியுமா? அதை சொல்லிருக்கீங்களா அவர்கிட்ட? இந்த பாயிண்ட் அந்த மாதிரி இல்ல. சின்ன வயசுல இருந்து கல்யாணம் பண்ணணும்னு கேட்குமா சொல்லிருக்கீங்களா? நான் கட்டின மாமா தான் கட்டிப்பேன் இல்ல, அப்படி. அந்த மாதிரி ஓகே. അല്ല, പറയുന്ന സ്റ്റോറിക്ക് അനുസരിച്ച് ആ പെണ്ണൊന്ന് മാച്ചപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. കൊച്ചായിരുന്നു, അതിനെ കയ്യിലെടുത്ത് വളർത്തി, അതിനെ എങ്ങനെ കല്യാണം കഴിക്കുന്നു, മാമാക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ നീയാണോ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തത്? ആ പെണ്ണ് കാര്യമായിട്ട് ചോദിക്കുന്നു. ഉടനെ അവനിക്കത് കൊത്തി. ചിന്ന പെണ്ണെന്ന് പറയാതെ ഇപ്പൊ സൈസ് നോക്കുമ്പോ എന്നെ കട്ടി വലിയ അമ്മച്ചിയെ പോലെയാണ് ഇരിക്കണേന്ന് പുള്ളി. എന്തോ சரி, இந்த சின்ன மாமாவை நீங்க எத்தனை வயசுல இருந்து நேசிக்க ஆரம்பிச்சீங்க? அவருக்கு தெரியுமா? அதை சொல்லிருக்கீங்களா அவர்கிட்ட? இந்த பாயிண்ட் அந்த மாதிரி இல்ல. சின்ன வயசுல இருந்து கல்யாணம் பண்ணணும்னு கேட்குமா சொல்லிருக்கீங்களா? நான் கட்டின மாமா தான் கட்டிப்பேன். அந்த மாதிரி தான். கம்யூனிகேஷன் எப்படின்னா, ஒரு 10 பேர் இருக்காங்க, அங்க இருக்கும்போது யாராவது பிளேட்ல சாப்பாடு விட மாட்டேன். அவதான் எடுத்து எல்லாமே நான் தான் பண்ணுவேன். ஒரு விஷயம் கூட வேற யாரும் பண்ண மாட்டாங்க. இதுதான் கம்யூனிகேஷன். അപ്പൊ ആ കമ്മ്യൂണിക്കേഷൻ ആണ് ഈ 2 പെണ്ണുങ്ങളെയും പിടിച്ച് പുറത്താക്കിയെന്നു. ചുറ്റുകം എന്ന് വെച്ചാൽ ഇവള് പണ്ടേ ഇവന്റെ ഒപ്പം ഉണ്ട്. ഇവളെ അമ്മ അവിടെ കൊണ്ട് വിട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള പെൺകുട്ടി അവിടെ എന്തായിട്ടായിരുന്നു എന്നാണ്. ഇവിടെ എന്തോ വേലക്കാരി എന്ന് കണ്ട പറഞ്ഞ ആളെ അടിക്കാനൊക്കെ വിട്ടെന്നാണ് കഥ. അങ്ങനെയാണെങ്കിൽ വേലക്കാരിയായിരുന്ന இந்த பொண்ணை இவர் கல்யாணம் பண்ணிட்டார். அப்படிதான் சொல்றேன். நமக்கு ஒரு கன்செப்ட். நீ இப்போ வேலைக்காரின்னு வேண்டாம், மாமா பொண்ணுன்னு തന്നെ വെച്ചുക്കോங்க. சரி, சின்ன பொண்ணா இருந்து எல்லாமே சாப்பாடு தமிழ் விடு, അതായത് ആഹാരം എല്ലാം എടുത്തു വെക്കും. ആരെങ്കിലും എടുത്തു വെച്ചാൽ അവൾ സമ്മതിക്കൂലെന്ന്. അപ്പം എലിസബത്ത് എടുത്തു വെച്ചാലും പറ്റൂല, അമൃത എടുത്തു വെച്ചാലും പറ്റൂല, ഒക്കെ ഇവൾ അങ്ങോട്ട് കൊടുക്കൂത്രേ. ഇത് തന്നെയല്ലേ ആ പെൺകുട്ടികളും പറഞ്ഞത്. നിങ്ങൾക്ക് മാത്രമാണോ തലയിൽ കയറാതെ പോയത്? എത്ര വലിയൊരു ഫ്രോഡാണെന്ന് ഓർത്തു നോക്കും. വീട്ടിലൊരുത്തിയെ വെച്ചോണ്ടിരുന്നിട്ട് 2 പെൺകുട്ടികളെ വിവാഹം എന്ന നാടകം കാണിച്ച് കൊണ്ടുവന്ന് ഉപയോഗിച്ച് നശിപ്പിച്ച് പുറത്തേക്ക് കളയുന്നു. ധീരൻ. ஒரு இப்ப நம்ம அம்மா இருந்தாலும் கெட்டி பண்ணுவாங்க. அந்த மாதிரி எல்லாமே நான் தான் பண்ணணும் நமக்குன்ற மாதிரி. ஃபேமிலியா ஒரு கெட் டுகெதர் ஆச்சுன்னா அப்படியே கேர் பண்ணிப்பாங்க. இல்ல 1.5 வருஷமா எனக்கு சீர் வந்து கேட்குது. கல்யாணம் ஆகி 3 months ஆகுது. அதுக்கு முன்னாடி நான் அன்அஃபிஷியலா திருட்டுத்தனமா கல்யாணம் பண்ணிட்டேன். அதைத்தான் நாங்களும் சொல்ல வாரோம். நீங்க திருட்டுத்தரமா தான் கல்யாணம் பண்ணணும்னு தான் நானும் சொல்ல வாரோம். അതിൽ മുമ്പ് 3 മാസം മുമ്പ് ഇവർ വിവാഹം കഴിച്ചു. ബാക്കി നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടിയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചെന്ന്. നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ? ചിരി ഇക്കളാക്കി ചിരിച്ചോളി. എനിക്ക് ഇതിൽ കൂടുതലൊന്നും ചിരിപ്പിക്കാൻ അറിഞ്ഞൂടാ. ബില്ല് ஷாக்கிங் மேரேஜ். ஷாக்கிங் மேரேஜ். எக்ஸ்ட்ரானரி மேரேஜ். அதனால நிறைய பேர் அந்த லா பாயிண்ட்ஸ் வந்து இப்போ எல்லாம் வெளியில வந்துச்சு. காத்தோலிக்கிற ஒரு தெரியாது. அவரால் போராட முடியல. மனைவியின் கொடுமை தாங்காமல் அதனால பேசுறேன். கணவர் வந்து திருச்சி சில கேஸ் வந்து இல்ல, நம்ம அதுல பத்தி கேட்டீங்கல்ல, சோ அதுல நிறைய மிஸ்யூஸ் ஆஃப் தி லா. நான் வந்து ஜெண்டர் யூஸ் பண்ணி பேசுறேன். அந்த பாயிண்ட்ஸ் கொஞ்சம் கிளியர் ஆச்சுன்னா நம்ம வந்து இந்த புனிதமான ஒரு விஷயம், கல்யாணங்கிற ஒரு விஷயத்தை இன்னும் நம்பிக்கை இந்த ஜெனரேஷன் இப்போ நான் சொல்றேன். കണ്ണും കല്യാണം എന്ന വിഷയം ഇന്നും പുനിതമാകെ പോകുന്നു വെച്ചാ ഈ കല്യാണം എന്ന് പറയുന്നത് അത്രയും പ്രിഷ്യസ് ആയ ഒരു മൊമെന്റ് ആണ്. അതിനെ കുറച്ചുകൂടെ പ്രിഷ്യസ്നെസ് ഉണ്ടാക്കി ഒടങ്കല്ലി 4 കല്യാണം 3 എണ്ണത്തിനല്ല ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ചതിച്ചു. എന്നിട്ടാണ് ഇരുന്നു കൊണ്ട് പറയുന്നത് ആ പ്രിഷ്യസ്നെസ് ആൻഡ് നിയമത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഞാനും നിയമത്തിനെയാണ് വെല്ലുവിളിക്കുന്നത്. ഇത്രയധികം ഫ്രോഡോലന്റ് കാണിച്ച ഇയാളെ വെറുതെ വിട്ടിരിക്കുന്നത് എന്തിനാണെന്നാണ് എൻ്റെ ചോദ്യം. ബാലയുടെ അമൃതയുടെ കേസ് അവിടെ നിൽക്കട്ടെ, എലിസബത്തിന്റെ കേസ് എടുക്കുക.
എലിസബത്തിന്റെ കേസ് സ്വമേധയായി എടുക്കണം വനിതാ കമ്മീഷൻ. കാരണം ആ പെൺകുട്ടിക്ക് ഏർപ്പെട്ട ചതിവ്, ഈ ഒരു വീഡിയോ ഇത് ധാരാളം മതിയാകും. ആ പെൺകുട്ടി എന്നെ ഒപ്പിട്ടും തരും. അവൾ അനുഭവിച്ച ഡ്രോമ കൃത്യമായി അവൾ അമൃതയോട് പറഞ്ഞിട്ടുണ്ട്. അമൃതയും പിടിക്കണം, ഇതിനകത്ത് വിടരുത്. കാരണം അമൃതയുടെ ഉണ്ട് അവളുടെ റെക്കോർഡിങ്സ്. അത് മനസ്സിലാക്കിയ വേറൊരാളും കൂടെ ഉണ്ട്, ചെകുത്താൻ. ഇവന്മാരെ എല്ലാവരുടെയും കയ്യിലുണ്ട് ഈ കുട്ടിയുടെ റെക്കോർഡിങ്സ്. ആ കുട്ടി പറയുന്നത് അത് ധാരാളം മതി. ആദ്യം വെച്ച് അവനെതിരെ കേസ് എടുക്കുകയാണ് വേണ്ടത്. പിന്നെ കൊച്ചിൻ്റെത് നമ്മൾ പിടിച്ചു വാങ്ങിച്ചു കൊടുക്കണം, നമ്മൾ പൊതുസമൂഹം പിടിച്ചു വാങ്ങിച്ചു കൊടുക്കണം. അമൃതയേക്കാൾ ആ കുട്ടിക്ക് റൈറ്റ്സ് ഉണ്ട്. ഇവന് സ്വത്തുണ്ടാവട്ടെ, ഇവൻ വേറെ എന്തോ കാണിച്ചോട്ടെ, ഈ ഭൂമുഖത്തേക്ക് ഒരു കുഞ്ഞിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ്. അച്ഛനും അമ്മയും ഈക്വൽ ആയിട്ട് ഉത്തരവാദികളാണ്. കൊടുക്കാത്തവനെ മര്യാദയ്ക്ക് പിടിച്ചു വാങ്ങിച്ചു കൊടുപ്പിക്കണം. അപ്പൊ ഇനി ഒരു പെണ്ണിനെ കൊണ്ടുപോയി പ്രോഗ്രാം ചെയ്ത് കൊച്ചിനെ കൊടുത്തിട്ട് ഓടിക്കളയത്തില്ല അവൻ. ഇത് മറ്റൊരു വിഭാഗത്തിലായിരുന്നെങ്കിൽ എന്തുവായിരുന്നേ ഇവിടെ? എന്താ ഇവിടെ നടക്കുക? അതൊന്നും ആലോചിച്ച് നോക്കിക്കാണ്. ഇവനെയൊക്കെ വെച്ചിട്ടിരുന്നിട്ട് ഹലോ നമസ്കാരം, ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ, ഹലോ ഗൈസ്, കുറെ യൂട്യൂബേഴ്സ് ഇരുന്നിട്ട് അങ്ങ് വായ്ത്താളമാണ്. എന്നിട്ട് പറയണ എന്തുവാ? അമൃത കുഴപ്പം. അമൃത അന്ന് പറഞ്ഞില്ലേ കൊച്ചിനെ കൊണ്ടെന്ന്? കൊച്ചിന് ശല്യം സഹിക്കാൻ വയ്യ. ഈ വായി നോക്കിക്കൊണ്ട് 10 പൈസ കൊടുക്കത്തില്ല. പക്ഷെ എന്റെ മോൾ എന്റെ മോൾ എന്റെ മോൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊരു ശല്യമാണ്. എന്റെ അമ്മയെ പറ്റി മോശം പറയുമ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എന്നാ കുഞ്ഞു പറഞ്ഞേ. അവളുടെ റൈറ്റ്സ് ഇവൻ വേണ്ടാന്ന് വെക്കാൻ ഒക്കത്തില്ല. അത് അവളുടെ അവകാശമാണ്. ഇവന്റെ എത്രയാണെന്ന് വെച്ചപ്പോൾ തമിഴ് സിനിമകളിൽ ഒരുപാട് പേര് ഡിവോഴ്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം എത്ര ലക്ഷം രൂപ മന്ത്ലി കൊടുക്കുന്നതെന്ന് അറിയാമോ? തമിഴന്മാരെ വിടൂല, കേസ് കൊടുക്കും, പൈസ പിടിച്ചു വാങ്ങിച്ചു കൊടുക്കും കുട്ടികൾക്കും, കുട്ടിക്കും ഭാര്യയ്ക്കും. ഇത് ഈ പെൺകുട്ടി തനിയെ കുട്ടിയെ നോക്കാൻ തയ്യാറാണ്. പക്ഷെ ഈ പെൺകുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഇവൻ വക്കത്തോട്ട് അങ്ങനെ സ്ഥലം മാറിയപ്പോഴാണ് മറ്റേ പെണ്ണ് എറണാകുളത്ത് വരാൻ തന്നെ ധൈര്യം വന്നത്. അമ്മാതിരിയാണ് അവന്റെ ഗുണ്ടാബലം. ആരാ കൂട്ടു നിൽക്കുന്നത്? നാറി മലയാളികൾ. മനസ്സിലായിരുന്നില്ലേ? നാറികളാണ് മലയാളികൾ. അന്യൻ വന്നൊരുത്തൻ, അന്യൻ തന്നെയാണ്, നമ്മുടെ സംസ്ഥാനത്തിലുള്ള ഒരുത്തൻ പോലും അല്ല. ഇവിടുന്ന് ഒരെണ്ണം പോയി നിങ്ങൾ അവിടെ ചെയ്യൂ, ഇതുപോലെ ഒന്ന് കാണിക്കൂ, അപ്പൊ കാട്ടി തരുവന്മാര് നിങ്ങൾക്ക് എന്താണെന്ന്. അവനവന്റെ നാട്ടിലുള്ള പെൺകുട്ടികളെ മറ്റവന്മാർ വന്ന് ഊക്കി തുളച്ചിട്ട് പോകുന്ന നീയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അതാ ഞാൻ മനസ്സിലാക്കിയത്. അമൃത എടുത്ത് വെച്ചിട്ട് കൊണ പറയുന്ന യൂട്യൂബേഴ്സിന്റെ നടുവിരൽ നമസ്കാരം. അത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്നത് ആപ്റ്റായി ചെയ്യൂ. കൃത്യമായ എവിഡൻസ് ഉൾപ്പെടെ പബ്ലിക്കിലേക്ക് ഇടൂ. അതെടുത്ത് ആളുകൾ ശരിയാക്കട്ടെ. എന്ത് പോക്കൃത്തരം അവൻ കാണിച്ചിട്ട് നിൽക്കുന്ന ഓർത്ത് നോക്കൂ. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് അവൻ കാണിച്ചതെന്ന് ഓർത്ത് നോക്കൂ. ഇത് ഒരു കാരണവശാലും ഉൾക്കൊള്ളാനോ അക്സെപ്റ്റ് ചെയ്യാനോ പറ്റുന്ന കാര്യമല്ല. നോണയനാണ് അവൻ. അവൻ ഫോർജറി നടത്തിയില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. വക്കീൽ ഇടപെട്ടത് കൊണ്ടാണ് അവന് ജയിൽ ശിക്ഷ വന്നത്. കാരണം കോടതി ഇലക്ഷൻ നടത്തുന്നവരെ പിടിച്ചകത്തിടാൻ നിയമമുണ്ട്. പക്ഷെ വിത്തിൻ മിനിറ്റ് പൈസ കൊടുത്തവൻ ഇറങ്ങി. എങ്ങനെ ഇറങ്ങിയെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ പൈസയ്ക്ക് എന്തും നടക്കും. ആ പെൺകുട്ടിക്ക് പൂർണ്ണ പിന്തുണയാണ് കൊടുക്കുന്നത്. അവൾ പറഞ്ഞതൊന്നും ഞാൻ ഇവിടെ പ്ലേ ചെയ്യാൻ ആഗ്രഹിക്കുക. ഒരുപാട് പേര് പ്ലേ ചെയ്ത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഈ ഒരു വിഷയത്തിൽ ഈ പറയുന്ന വ്യക്തി ഒരു സോഷ്യൽ ഈവിളാണ്. ചിരിച്ചുകൊണ്ട് മാലാകയായി നിന്ന് മറ്റുള്ളവരെ ചതിക്കുന്ന പറ്റിക്കുന്ന ഒരുത്തൻ. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എടുത്തുകൊണ്ടുവന്നത്. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാക്കട്ടെ, അല്ലാത്തവർക്ക് എന്ത് വേണമല്ലോ പറയാം. പിന്നെ ബാലണ്ണ എന്നെ അടിക്കാൻ ഗുണ്ട വിടല്ലേ, ഗുണ്ട അടി വാങ്ങിച്ചോണ്ട് തിരിച്ചോടും. ഞാൻ ഭയങ്കര കുഴപ്പമാണ്, കാണാനൊരു ലുക്കില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ ഭയങ്കര സംഭവമാണ്. അടി വാങ്ങിക്കരുത് കേട്ടോ, ഇങ്ങോട്ട് ഗുണ്ടേ പറഞ്ഞു വിടല്ലേ. ബൈ.